ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു വ്യക്തി കടന്നു വരുകയാണ് സ്വന്തം ഉപ്പയെ കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ടാണ് നബി തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നത്. കേൾക്കണേ, ഉൾക്കൊള്ളണേ പ്രിയപ്പെട്ട ചൂരക്കോടുള്ള മുസ്ലിം സഹോദര സഹോദരിമാര്, ശ്രദ്ധിക്കണേ. جاء رجل إلى النبي صلى الله عليه وسلم حبيب رسول الله صلى الله عليه وسلم തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുകയാണ്. وهو يأخذ يد أبا, സ്വന്തം ഉപ്പയുടെ കൈക്ക് അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. യസ്തഖി നബി, ഉപ്പയെ കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. ഉപ്പ ഇങ്ങനെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് വരിക ഒരു ഹൈവാൻ, ഒരു മോശപ്പെട്ട മകൻ. എന്നിട്ട് വന്നിട്ട് പരാതിപ്പെടുന്നത് ആരെയാ? ഉപ്പയെ കുറിച്ചാണ് പരാതി. നബി, സ്വന്തം വാപ്പയെ കുറിച്ച് പരാതിപ്പെടുക. വാപ്പ എനിക്ക് ഗുണമൊന്നുമില്ല, ഈ വാപ്പയെ കൊണ്ട് ആകെ ഇടങ്ങേറാണ്. വാപ്പ കന്നുകാലി വലിക്കുന്നത് പോലെ വലിച്ച് നബിയുടെ അടുക്കലേക്ക് എത്തിച്ചു. അങ്ങനത്തെ കാട്ടറബി സ്വഭാവമുള്ള ആളുകളൊന്നും ഉണ്ടായിരുന്നല്ലോ. വളരെ മോശപ്പെട്ട സ്വഭാവമുള്ള ആളുകൾ. നബിയുടെ അടുക്കലേക്ക് ആ മനുഷ്യൻ അങ്ങനെ വന്നപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉപ്പയിലേക്ക് നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉപ്പയിതാ കരഞ്ഞ കലങ്ങിയ കണ്ണുമായി മുത്തുനബിയുടെ മുന്നിൽ നിൽക്കുകയാ. ഉപ്പയുടെ ശരീരം മുഴുവനും വിറങ്ങലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കണ്ണുകൾ കുഴിഞ്ഞിട്ടുണ്ട്, അസ്ഥികൾ തെളിഞ്ഞു കാണാം. പോഷകാഹാരത്തിന്റെ കുറവ് നല്ലതുപോലെ ഉപ്പയിൽ പ്രകടമാണ്. ഹബീബായ നബി തങ്ങൾ ഉപ്പയോട് ചോദിക്കുകയാണ്, ഫസഅലഹു അൻദാലിക, എന്താണ് ഈ മകൻ നിങ്ങളെ കുറിച്ച് പരാതിപ്പെടുന്നത്? അപ്പോഴാണ് ഉപ്പ പറയുന്നത്, യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ മകൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു നബിയേ. ഇന്ന ഇബ്നി ഹാദാ യഉഖ്നി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഈ മകൻ എന്നെ പ്രയാസപ്പെടുത്തുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് കാര്യം വെളിപ്പെടുത്തുകയാണ്. ഇന്നഹു കാന ലൈഫാ وأنا قوي وهو فقير وأنا غني فكنت لا أمنعه من مالي. അല്ലാഹുവിന്റെ റസൂലേ, ഒരു കാലഘട്ടം എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയതാണ്. അന്ന് ഞാൻ നല്ല ആരോഗ്യവാനാണ്. ഇവൻ തീരെ പൊടിയാണ്, ചെറുപ്പക്കാരനാ. ഇവൻ എന്റെ പൊന്നുമോനാണ്. ഇവൻ തീരെ പൈതലാണ്. അന്ന് ഞാൻ പണക്കാരനാണ്, അന്ന് ഇവൻ ദരിദ്രനാണ് നബിയേ. ഇവന് ജോലിയില്ല, ഇവന് ആരോഗ്യമില്ല. ഫകുന്തു ലാ അംനഉഹു മിൻ മാലി, അന്ന് ഞാൻ സമ്പത്ത് ഇവനെ തടഞ്ഞിട്ടില്ല. ഇവന്റെ കൈകാര്യം മുഴുവനും ചെയ്തിരുന്നത് ഞാനാണ് നബിയേ. പകലന്തിയോളം കഷ്ടപ്പെട്ടുകൊണ്ട് കിട്ടുന്ന പണം മുഴുവനും ഞാൻ ഇവന് വേണ്ടി ചെലവഴിച്ച് നബിയേ. ഇവന് വിദ്യാഭ്യാസം കൊടുത്തു നബിയേ. ഇവനിന്ന് നല്ല ജോലിയുണ്ട് നബിയേ. ഫല്യൗമ അന ഫഖീർ, ഇന്ന് പ്രായാധിക്യത്തിന്റെ അതിപ്രസരത്തിലെത്തിയ ഞാൻ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇന്ന് ദരിദ്രനാണ്. അവിടുന്ന് കാണുന്നില്ലയോ എന്റെ ശരീരം? ഞാൻ ഇന്ന് മെലിഞ്ഞു പോയിരിക്കുകയാണ്. ഞാൻ ഇന്ന് പോഷകാഹാര കുറവുകൊണ്ട് പ്രയാസപ്പെടുകയാണ് നബിയേ. എനിക്ക് ഭക്ഷണം കിട്ടുന്നില്ല നബിയേ, പാനീയങ്ങൾ കിട്ടുന്നില്ല നബിയേ, പ്രയാസമാണ് നബിയേ. വഹുവ ഗനീ വഹുവ ഫഖീർ വഹുവ ഗനിയ്യുൻ വഖവീ, ഇവൻ ധനികനാണ്, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. ഇവൻ ഇന്ന് നല്ല സമ്പത്തിന്റെ ഉടമയാണ്. മക്ക കണ്ട ധനാഢ്യരുടെ പട്ടികയിലേക്ക് ഇവന്റെ പേരും എഴുതപ്പെട്ടിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് പറയാനുള്ളത് വഹുവ യബ്ഖലു ബിമാലിഹി,
വാപ്പയാകുന്ന എനിക്ക് ഇന്നിവൻ സമ്പത്ത് നൽകുന്നില്ല നബിയെ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ഉപ്പ പറയുമ്പോ ഫബകാ ബുകാഅൻ ശദീദാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ് പൊട്ടിക്കരയുകയാണ് മുത്തുനബി. പ്രായം ചെന്ന ഉപ്പയുടെ ധീരരോധനം കേട്ടുകൊണ്ട് ഉപ്പയിതാ റസൂലുള്ളാഹി കരയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കരച്ചിൽ നിർത്തിയിട്ട് പറയുകയാണ് മാമിൻ ഹജരിൻ വലാ മദരിൻ യസ്മഉ ഹാദൽ കലാം ഇല്ലാ വബകാ. സഹാബത്തെ ഒരു കല്ലുമില്ല മുള്ളുമില്ല ഈ പാവപ്പെട്ട മനുഷ്യന്റെ വർത്തമാനം കേട്ടാൽ കരയാതിരിക്കാൻ കഴിയുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. മാമിൻ ഹജരിൻ വലാ മദരിൻ ഇല്ലാ വബകാ. ഈ സംസാരം കേട്ടാൽ കരയാത്തൊരു കല്ലുമില്ല മുള്ളുമില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അഥവാ ചേതനയുള്ളവന്റെ ഹൃദയത്തിൽ മാത്രമല്ല അചേതന വസ്തുക്കളാകുന്ന കല്ലിനും മുള്ളിനും പോലെ വേദനയുണ്ടാക്കുന്ന വർത്തമാനമാണ് ഈ ഉപ്പ മകനെ കുറിച്ച് പറഞ്ഞത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. വാപ്പയെ കുറിച്ച് പരാതി പറയാൻ വന്ന മകനാണ്. ആ മകന്റെ മുഖത്ത് നോക്കി ദേഷ്യത്തോടുകൂടി റസൂലുള്ളാഹി പറയുകയാ ഇയ്യാകന്നീ മാറിപ്പോകടാ എന്റെ അടുക്കൽ നിന്ന് മാറടാ ലാ തുഹരിഖ്നീ എന്നെ നീ കരിക്കരുത് നരകമിതാ നിന്റെ കൂടെയുണ്ട് അന്തവ മാലുക ലിഅബീകാ നീയും നിന്റെ സമ്പത്ത് മുഴുവനും ഉപ്പാക്കുള്ളതാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഗൾഫിൽ പോകണമെന്ന് ആശ വെക്കുമ്പോ വാപ്പയും ഉമ്മയും ദുആ ചെയ്യുകയാണ്. ഖാദിയാരെ കൊണ്ട് ദുആ ഇരപ്പിക്കുകയാണ്. വല്ലപ്പുഴയുള്ള സയ്യിദന്മാരെ കണ്ട് സമസ്തയുടെ പണ്ഡിതന്മാരെ കണ്ട് നേതൃത്വത്തെ കണ്ട് എന്റെ മകന്